ഹലോ. ആ, കല്യാണക്കാരല്ലേ? കല്യാണക്കാരൊക്കെ ഇപ്പൊ എല്ലായിടത്തും പുറത്തിൽ കഴിഞ്ഞോ. ഇനിയിപ്പോ നമ്മുടെ ചുറ്റുപാട്ടില് അയൽവാസികളോടൊക്കെ ഒന്ന് പറയാനുണ്ട്, അത്രമാത്രം തന്നെ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ തുണികളുടെ എടുക്കലൊക്കെ കഴിഞ്ഞു, തുണിയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനിയിപ്പോ എന്താ വെച്ചാല് കല്യാണ ദിവസം കൊണ്ട് വരിക മാത്രമേ വേണ്ടുള്ളൂ. ആ, എന്നാ നോക്കട്ടാ. ശരി എന്നാ. ഐ, ഇതെന്താ ബ്രോക്കർ ഇങ്ങനെ പറഞ്ഞു വരുന്നത്? എന്തോടെ ഇങ്ങനെ പെട്ടെന്ന് കൂടി എന്ത് വർത്താനോട് താൻ പറയുന്നത്? കല്യാണം പറച്ചിലെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്ത് വർത്താനോട് താൻ പറഞ്ഞു? കല്യാണം നടക്കില്ല എന്ന് പറയാമെന്ന സമാധാനം ഞാൻ പറഞ്ഞൊന്ന് കേൾക്കേ. പിന്നെ തുഫാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ കേരളത്തിലെ നാട്ടിച്ച് പൊളിച്ച് കയറി പോകുക തന്നെ. നാടുകൾ നേരായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ചെറിയൊരു രഹസ്യ വിവരങ്ങൾ എനിക്ക് കിട്ടി. അത് പറയാൻ വേണ്ടി ഇങ്ങനെ മോളെ രക്ഷപ്പെടുത്താൻ തോന്നി. ഈ കല്യാണം ഉറപ്പിച്ച കേസിൽ ആ ചെക്കല്ലേ, ആ ചെക്കന് ഒരു കേസിൽ പെട്ടിട്ടുണ്ടോ സംശയമുണ്ട്. അവനെ പോലീസ് നിരീക്ഷണത്തിലാ. ഒരു രഹസ്യ വിവരം കിട്ടിയതാ. അതുകൊണ്ട് നമുക്ക് കല്യാണം വേണ്ടാന്ന് പറയാൻ വേണ്ടി വന്നാ. മനസ്സിലായിട്ടോ? വേറെ ഒന്നുമില്ല. നിങ്ങൾ ക്ഷമിക്ക്, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കേൾക്കി. ഹലോ, ഈ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോൾ ശരിയാവില്ല. ഞാനേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ എൻ്റെ അച്ഛനോടൊന്ന് വിളിച്ച് ചോദിച്ചോട്ടെ. വിളിച്ചോളി. ഹലോ. ആ, എന്തൊരു കഷ്ടാണ് ഇങ്ങനെയൊക്കെ ആണെച്ചെങ്കിൽ. വല്ലാത്തൊരു കഷ്ടമായാലോ ഇപ്പൊ അത്. ഇതിപ്പോ എന്താ ചെയ്യാ? ശരി എന്നാ. എന്താ പറഞ്ഞു? അതെ, എനിക്ക് പറഞ്ഞത് ശരിയാ. ഇപ്പൊ ഈ തക്ക സമയത്ത് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നത് നന്നായി. ഞാൻ രക്ഷപ്പെട്ടു. അറിഞ്ഞപ്പോ ഓടി വരെ. കാരണം എന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മള് ബ്രോക്കർമാരെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളന്നില്ല. നമുക്ക് ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും അറിയാൻ പറ്റില്ല. ഈ പോലീസുകാർ തന്നെ ഇപ്പൊ എന്താ ചെയ്യണത്? രഹസ്യമായിട്ടുള്ള അന്വേഷണത്തിലാണ്. നമുക്ക് അതുപോലെ നമുക്ക് അറിയില്ല. അപ്പൊ അത് രഹസ്യ വിവരങ്ങൾ നമുക്ക് കിട്ടിയപ്പോ നമ്മളൊന്ന് അറിയിച്ചാൽ മാത്രം. അപ്പൊ അത് ദോശാല് കൂട്ടി നമ്മുടെ മക്കള് പോയി ചാടണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അത് നന്നായി, എന്റെ മോള് രക്ഷപ്പെട്ടു. ഇതേപോലെ എത്ര പെൺകുട്ടികൾ ചതില് വീഴുന്നുണ്ടാവും. ഒരു കാര്യം അന്വേഷിക്കും നോക്കും ചെയ്യാതെ കണ്ട് ഓരോ കാര്യങ്ങൾ നടത്തും. ലാസ്റ്റിൽ അവര് ഇങ്ങനെ ഓരോ ചതില് ചെന്ന് കൊടുക്കുകയും ചെയ്യും. ഇനി നമ്മളുടെ മക്കൾക്കൊരു കാര്യം വരുമ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് നാട്ടിൽ അന്വേഷിക്കല്ല വേണ്ടത്, അവനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവന്റെ ക്ലിയർ സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഇപ്പോ തൂഫാനാണ് മക്കളെ, തൂഫാനാണ്. എനിക്ക് വന്നൊരു ഗതി മറ്റൊരാൾക്ക് ഇനി വരാതിരിക്കട്ടെ. ഇപ്പോ തൂഫാനാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ എന്നും കേരള പോലീസിന്റെ ഒപ്പം നിൽക്കുക, ഈ തൂഫാൻ വിജയിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി എന്ന വിധത്തിനെ തുടച്ചു നീക്കുക. നമ്മളെന്നും കേരള പോലീസിന്റെ കൂടെയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സല്യൂട്ട്.